നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ആദ്യ സ്പെല്ലിൽ സഹതാരമായിരുന്നു ഒലെ ഗുണാർ സോൾഷ്യർ. അദ്ദേഹം പിന്നീട് CR7 രണ്ടാം വരവില് പരിശീലകനായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സോൾഷ്യർ അവിടം വിട്ടുപോയി. അതിനുശേഷമാണ് CR7 ടെൻ ഹാഗ് പ്രശ്നങ്ങളൊക്കെ വന്നത്. നമുക്കറിയാമല്ലോ. ഒടുവിൽ CR7 അവിടം വിട്ടുപോയി. യുവന്റസിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പോകുന്നു എന്ന വാർത്തയാണല്ലോ ആദ്യം വന്നത്. ആ ഘട്ടത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിൽ ഇടപെട്ടതും അവർ താരത്തെ കൊണ്ടുപോയതും. ഫെർഗൂസൺ തന്നെ നേരിട്ട് വിളിച്ച് ക്രിസ്ത്യാനോയെ കൺവിൻസ് ചെയ്ത് സിറ്റിയിലേക്ക് പോവേണ്ട, യുണൈറ്റഡിലേക്ക് തന്നെ തിരികെ എത്താം എന്ന തീരുമാനം എടുപ്പിക്കുകയായിരുന്നു എന്നാണ് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒലെ ഗുണാർ സോൾഷ്യർ തുറന്നങ്ങ് പറയുകയാണ്. ക്രിസ്ത്യാനോ അന്നെങ്ങാനും സിറ്റിയിൽ പോയിരുന്നെങ്കിൽ പ്രോബബിളി ഇപ്പൊ ഹാലൻഡ് അടിക്കുന്നതിനേക്കാൾ ഗോൾ അടിച്ചേനെ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒലെ ഗുണാർ സോൾഷ്യറുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനോ 10-15 വർഷക്കാലം ഫുട്ബോൾ ലോകത്ത് ബെസ്റ്റ് പ്ലെയേഴ്സിന്റെ ആ ഒരു നിരയിൽ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ക്ലബിൽ വലിയ രൂപത്തിലുള്ള ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. യുവന്റസ് വിടുന്ന സമയത്ത് സിറ്റിയിലേക്ക് അദ്ദേഹം പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും യുണൈറ്റഡിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പ്രോബബ്ലി അദ്ദേഹം അവിടെ പോയിരുന്നെങ്കിൽ ഹാലൻഡ് അടിച്ചതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിക്കുമായിരുന്നേനെ. ഏതായാലും മറ്റു പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാഞ്ചസ്റ്ററിൽ ഒരു താരം വരുമ്പോൾ, അതും ഒരു വേൾഡ് ക്ലാസ് താരം വരുമ്പോൾ അത് നമ്മുടെ ടീമിലേക്ക് ആവണം. അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യവും ലഭിക്കും. സോ അദ്ദേഹം ആ വർഷം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 24 ഗോളോ മറ്റോ അദ്ദേഹം ആ ഒരു വർഷം അടിച്ച് ടീമിന്റെ ടോപ്പ് സ്കോററുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്നൊരു 10 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് മാഞ്ചസ്റ്റർ വിടേണ്ടി വന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം എന്നുകൂടി ഒലെ ഗുണാർ സോൾഷ്യർ പറയുന്നു. സോൾഷ്യർ അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്രിസ്ത്യാനോ യുണൈറ്റഡിൽ തന്നെ കളി തുടർന്നേനെ. അദ്ദേഹം മറ്റെവിടേക്കും നീങ്ങാതെ യുണൈറ്റഡിൽ തന്നെ വിരമിച്ചേനെ എന്ന് ചിന്തിക്കുന്ന ആരാധകരുമുണ്ട്. എന്തായാലും യുണൈറ്റഡും ക്രിസ്ത്യാനോയും തമ്മിൽ വഴി പിരിഞ്ഞത് നല്ല രൂപത്തിലായിരുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.